ഇത് കണ്ടോ, വിക്ടോറിയൻ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് അസിസ്റ്റൻസ് സ്കീമിന്റെ പേപ്പർ വർക്കാണിത്. അതായത് വിക്ടോറിയ സ്റ്റേറ്റിൽ താമസിക്കുന്ന ഒരാൾക്ക് സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് 100+ കിലോമീറ്റർ അവേ ഉള്ള ഹോസ്പിറ്റലിലേക്കൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരുമ്പോൾ അവരുടെ ട്രാവൽ ആൻഡ് അക്കോമഡേഷൻ കോസ്റ്റ് സബ്സിഡൈസ് ചെയ്യാനും റീഇംബേഴ്സ്മെന്റ് കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു ഫോമാണിത്. ഇനി ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് ഞാൻ പറയാമേ. ഒരു വിക്ടോറിയൻ റെസിഡന്റ് ആയിരിക്കണം, വിക്ടോറിയൻ റൂറൽ റീജിയനിൽ താമസിക്കുന്ന ആളായിരിക്കണം, അതേപോലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോകുന്ന ആളായിരിക്കണം, അലീഡ് ഹെൽത്ത് ട്രീറ്റ്മെന്റ് ലൈക്ക് ഒക്യുപേഷണൽ തെറാപ്പി അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി, പിന്നെ റിസർച്ചിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ട്രീറ്റ്മെന്റ്, അതിനൊന്നും പോകുന്ന ആൾക്കാരായിരിക്കരുത്. അതേപോലെ തന്നെ 100 കിലോമീറ്റർ പ്ലസ് ട്രാവൽ ചെയ്യുന്ന ആളായിരിക്കണം ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വീക്ക്ലി അറ്റ്ലീസ്റ്റ് എല്ലാം കൂടെ കൂടി ഒരു 500 കിലോമീറ്റർ എങ്കിലും ട്രാവൽ ചെയ്യുന്ന ആളായിരിക്കണം ട്രീറ്റ്മെന്റിന് വേണ്ടി. ഇനി ഇതൊരു സബ്സിഡൈസിങ് സ്കീം ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന മൊത്തം പൈസ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. ഇതിനൊരു റേഞ്ച് ഉണ്ട്. പെർസെന്റേജ് ഓഫ് മണി നമുക്ക് റീംബേഴ്സ് ചെയ്ത് തിരിച്ചു കിട്ടും. ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ ഓൺ കാറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 21 സെന്റ് പെർ കിലോമീറ്റർ നമുക്ക് റീംബേഴ്സ് ചെയ്ത് കിട്ടും. അതുപോലെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഫുൾ ഫെയർ എക്കണോമി പൈസ റീംബേഴ്സ് ചെയ്ത് തിരിച്ചു കിട്ടും. ഇനി നമ്മൾ എയർ ട്രാവലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് 350 കിലോമീറ്ററിൽ കൂടുതൽ നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ എയർ ട്രാവൽ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതിന്റെ പൈസ റീംബേഴ്സ് ചെയ്ത് കിട്ടും. ഇനി ടാക്സിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിയറസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലെങ്കിൽ മാത്രമേ ടാക്സിയുടെ പൈസ നമുക്ക് റീംബേഴ്സ് ചെയ്ത് കിട്ടത്തുള്ളൂ. ഇനി അക്കോമഡേഷൻ നമ്മൾ സ്റ്റേ ചെയ്തിട്ടൊക്കെ ഡോക്ടറിനെ കാണുവാണെങ്കിൽ അക്കോമഡേഷന് മാക്സിമം $45 പെർ നൈറ്റ് ആണ് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുക. അത് നമ്മളൊരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ അക്കോമഡേഷൻ ഫെസിലിറ്റിയിൽ താമസിക്കണം. ഇനി ഫോം നമ്മൾ വിതിൻ 12 മന്ത്സിനുള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം. നമുക്ക് മാനുവലി ഫില്ല് ചെയ്യണം. ഇതിനകത്ത് സെക്ഷൻ A to E ഉണ്ട്. അതിൽ C ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ അപ്രൂവ്ഡ് മെഡിക്കൽ പ്രാക്ടീഷണറാണ്. അതായത് നമ്മൾ കാണാൻ പോകുന്ന ഡോക്ടർ തന്നെ നമുക്കത് ഫില്ല് ചെയ്ത് തരും. ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ മാനുവലി ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ അടുത്തൊരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാനുവലി സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അത് പ്രോസസ്സ് ആവാനായിട്ട് 6 to 8 വീക്സ് എടുക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോം മാനുവലി ഫില്ല് ചെയ്തതിന്റെ കൂടെ ഇതിന്റെ പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ പ്രൂഫ് ഓഫ് ട്രാവലിംഗിന്റെ ഇൻവോയ്സും കാര്യങ്ങളും എല്ലാം അറ്റാച്ച് ചെയ്തിട്ട് വേണം നമ്മളത് അയക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു മെഡിക്കൽ റെഫറൽ കിട്ടുന്നവരെ ഇങ്ങനെ ഒരു സ്കീമിനെ പറ്റി എനിക്ക് അറിയത്തില്ലായിരുന്നു. കിട്ടിക്കഴിഞ്ഞ് അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സ്കീം ഉണ്ടെന്നും ഇങ്ങനെ ഫില്ല് ചെയ്ത് അയക്കാന്നൊക്കെ അറിഞ്ഞത്. അപ്പോൾ വിക്ടോറിയ സ്റ്റേറ്റിൽ ആരെങ്കിലും ഒക്കെ ഡോക്ടറിനെ കാണാനായിട്ട് ദൂരയാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഈ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.